എല്ലാവർക്കും ഒരിക്കൽ കൂടി എക്സ്ക്ലൂസീവ്ലി ഫോർ എക്സാംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടഡ് കാറ്റഗറി 3 എക്സാം ഓറിയൻറ്റേഷനാണ്. ഇതുവരെ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. ഐ ബട്ടണിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട് സർക്കിളിലേക്ക് ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാൽ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കിടന്നാലോ? യെസ്, ഇന്നത്തെ ചേരുവകൾ എന്ന് പറയുകയാണെങ്കിൽ ടുഡേയ്സ് ഇൻഗ്രീഡിയൻസ് നമ്മൾ മുൻ എപ്പിസോഡിൽ ചെയ്തിട്ടുള്ള അഡോളസെന്റ് സൈക്കോളജിയുടെ കണ്ടിന്യൂവേഷനാണ്. അതുപോലെ തന്നെ MCQs, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. നോക്കിയാലോ? യെസ്, ദ ഫസ്റ്റ് വൺ, നീഡ്സ് ആൻഡ് പ്രോബ്ലംസ് ഓഫ് അഡോളസെൻസ്. ഇതിന് രണ്ടായി തരംതിരിക്കുന്നുണ്ട്: നീഡ്സ് ഓഫ് അഡോളസെൻസ് ആൻഡ് ഡെവലപ്മെൻ്റൽ പ്രോബ്ലംസ് ഓഫ് അഡോളസെൻസ് ഇൻ ഇന്ത്യ. അതിലെ നീഡ്സ് ഓഫ് അഡോളസെൻസിൽ ഫർദർ ഡിവൈഡ് ഇൻറ്റു 2. First one, primary needs or physiological needs. The second one is secondary needs or socio-psychological needs. ഈ സെക്കൻഡറി നീഡ്സ് ഓർ സോഷ്യോ സൈക്കോളജിക്കൽ നീഡ്സിൽ ആറായി വീണ്ടും തരംതിരിക്കുന്നുണ്ട്: നീഡ്സ് ഫോർ സെക്യൂരിറ്റി, നീഡ് ഫോർ ലവ്, നീഡ് ഫോർ റെക്കഗ്നീഷൻ ആൻഡ് അപ്രൂവൽ, നീഡ് ഫോർ അച്ചീവ്മെൻറ്റ്, നീഡ് ഫോർ ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻസ്, നീഡ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഡെവലപ്മെൻ്റൽ പ്രോബ്ലംസ് ഓഫ് അഡോളസെൻസ് ഇൻ ഇന്ത്യ. ഏതൊക്കെയാണ്? ഇവിടെ 13 ക്യാരക്ടേഴ്സ് പറയുന്നുണ്ട്. സോ ചിലപ്പോൾ ചോദിക്കാം ഏതൊക്കെയാണ് ക്യാരക്ടേഴ്സ് അണ്ടർ ഡെവലപ്മെൻ്റൽ പ്രോബ്ലംസ് ഓഫ് അഡോളസെൻസ്, ഏതൊക്കെ ഉൾപ്പെടാം, ഏതൊക്കെ ഉൾപ്പെടാത്തത്, എങ്ങനെ വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് ഓർത്ത് വയ്ക്കുന്നത് നല്ലതാണ്. സോ ദ ഫസ്റ്റ് വൺ, പെർപ്ലെക്സിറ്റി വിത്ത് റിഗാർഡ് ടു സൊമാറ്റിക് വേരിയേഷൻ, പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് ഇൻറ്റൻസിഫിക്കേഷൻ ഓഫ് സെക്സ് കോൺഷ്യസ്നസ്, ചൈൽഡ്ഹുഡ് അഡൾട്ട്ഹുഡ് കോൺഫ്ലിക്റ്റ്, അഡ്ജസ്റ്റ്മെൻറ്റ് ഡിഫിക്കൽട്ടീസ് വിത്ത് അപ്പാരൻസ്, adjustment difficulties with the community, adjustment difficulties with social discipline, financial problems, problem of freedom and liberty, conflict between parental aspirations and aspirations of the children, and classroom conflict, health adjustment, heterosexual adjustment problems, and finally occupational problems. So here we discuss needs and problems of adolescents. The first one, needs of adolescents, and the second one is developmental problems of adolescents in India. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടേഴ്സ് ഓർത്ത് വയ്ക്കുക, എങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക നോക്കാം നമുക്ക്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് MCQs, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. The first one, the major common problem during adolescence. The options are anxiety disorder, daydreaming, egocentrism, and finally identity crisis. And the answer is identity crisis. The major common problem during adolescence. ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം ഓർത്ത് വയ്ക്കുക നല്ലതാണ്. ദ വേർഡ് ഐഡൻറ്റിറ്റി ക്രൈസിസ് കോയിൻഡ് ബൈ എറിക് എച്ച് എറിക്സൺ. സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറിയുടെ ഉപജ്ഞാതാവാണ് എറിക് എച്ച് എറിക്സൺ. അപ്പോൾ അതുകൂടി ഓർത്ത് വയ്ക്കുക. ഐഡൻറ്റിറ്റി ക്രൈസിസ്, ദ മേജർ കോമൺ പ്രോബ്ലം ഡ്യൂറിങ് അഡോളസെൻസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ദ ഓവറോൾ ചേഞ്ചസ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ത്രൂ ഔട്ട് ദെയർ ലൈഫ് സ്പാൻ ഈസ് റെഫേർഡ് ആസ്. And the options are maturation, motivation, learning and development. നമ്മൾ ഓൾറെഡി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ കുറേ ക്യാരക്ടേഴ്സ് പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഓവറോൾ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് ഡെവലപ്മെൻ്റ് ആയിരിക്കും, മനസ്സിലായല്ലോ. ഓവറോൾ ചേഞ്ചസ് ഇസ് റിലേറ്റഡ് വിത്ത് ഡെവലപ്മെൻറ്റ്. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ, according to the cognitive development theories, the child can understand the basic principles of casual thinking and scientific experimentation in a period of. And the options are infancy, early adolescence, cognitive operations, later adolescence. ഇപ്പോൾ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് തിയറീസ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? ജീൻ പിയാഷെ, ബ്രൂണർ, ഒരു കാര്യം ഓർത്ത് വയ്ക്കുക. ഇതിൽ ആൻസർ എന്തായിട്ട് വരുന്നത് ഏർലി അഡോളസെൻസ് ആണ്, അത് ഓർത്ത് വയ്ക്കുക. ഐ ഡോണ്ട് കെയർ attitude of a learner reflects. The options are sublimation, aggression, denial, regress, and the answer is denial. Okay, and the fifth question is children gain height during. Options are adolescence, endocrine, balanced food, menarche, and the answer is adolescence. Children gain height during adolescence. The next question is sixth one, the period of life when the body undergoes changes leading to reproductive maturity is called. The options are childhood, adolescence, grown up, old age, and the answer is adolescence. Seventh one, the peculiar nature of adolescence such as desire to be noticed and things everyone is noticing them is named as. Options:
gender identity, imaginary audience, inferiority complex, role confusion. And the answer is gender identity. And the eighth one, acting childishly is an example for. Options are reaction formation, regression, repression, and suppression. And the answer is repression. And the next question, that is ninth one, a 14-year-old boy who runs away from school habitually without proper permission can be named as. The options are dropout, juvenile delinquent, truant, socially disadvantaged. And the answer is juvenile delinquent. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് അഡോളസെൻ്റ് സൈക്കോളജിയുടെ ഒരു ഫർദർ എക്സ്പാൻഷനാണ്. അത് കഴിഞ്ഞിട്ടില്ല, തുടർന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ MCQs ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ്സ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ കാര്യം എടുക്കണം അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യും. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുക കമൻറ്റ് ബോക്സിൽ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ മറ്റൊരു വീഡിയോ കാണും വരെ